ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ്റെ അടുത്തേക്ക് പോയിട്ട് സാഗർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തിരിച്ച് മറുപടികൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ നോക്കാനും എൻ്റെ കുടുംബത്തിലുള്ള മഞ്ജുവിനെ നോക്കാനൊക്കെ കഴിവുള്ളത് തന്നെയാണ് ഞാൻ. നിനക്കിപ്പോൾ അതിനൊക്കെയുള്ള തിരിച്ചടികളൊക്കെ കിട്ടിയിട്ടില്ല. ഇനി നീ എന്നെ മഞ്ജുവിനും ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ മാർക്കോയോ ലോപ്പസ് ഞാനും കൂടി ഒരു വരവ് നിൻ്റെ അടുത്ത് വരും. അത് നീ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലും മേഘനാഥൻ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ മേഘനാഥൻ ഒരൊറ്റ നിൽപ്പാണ് നിൽക്കുന്നത്. എന്നിട്ട് നേരെ എന്ത് സാഗര നമ്മുടെ തോമസ് വൈദ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എന്ത് ചെയ്ത് വിശ്വസിച്ച് ഇവിടെ കയറ്റിയതാണ് ജോലിക്ക്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ നിന്റെ കൈ അശുദ്ധമായെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നീ അല്ലാതെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് എന്തില്ല, നിനക്ക് എന്ത് ചെയ്യാൻ തിരിച്ച് ഇവിടെ തന്നെ വരാം. ഇനി നീ എൻ്റെ കാറും എൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സാഗറിനോടാണെങ്കിൽ. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, സാർ എന്തിനാണ് എന്നോട് ക്ഷമയൊക്കെ ചോദിക്കുന്നത്? ഞാൻ കാരണമല്ലേ സാറിന് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഞാനല്ലേ ചോദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാഗറിനോട് പറയുന്നുണ്ട്, നീ എന്തായാലും നല്ലൊരു ആൺകുട്ടിയാണ്. സ്വന്തം കുടുംബജീവിതം നല്ലപോലെ കൊണ്ടുപോകാനായിട്ട് നീ എന്ത് ചെയ്തിട്ടുണ്ട്, മൈക്കാട്ട് പണിക്കൊക്കെ പോയിട്ടുണ്ട്. നീ നല്ലവരാണെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി, അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് എന്തുണ്ട്, ഇത്രയും നാളും അയാൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു സഹായം എന്നുള്ള രീതിയിൽ കുറച്ച് പൈസയും കൂടി എന്തിനുണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാഗർ മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നടന്നിട്ടുള്ള തോമസ് വൈദ്യൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മഞ്ജുവിനോട് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടാണ് മഞ്ജുവിന് കൂടുതൽ സന്തോഷമാവാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ട, വേറെ സ്ഥലങ്ങളിലേക്കൊന്നും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. തോമസ് വൈദ്യൻ്റെ അടുത്ത് തന്നെ പോയിട്ട് പഴയ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല തോമസ് വൈദ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പൈസയും കൂടി പ്രത്യുപകാരമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസം കൂടി ജീവിക്കാം എന്നുള്ളൊരു ഇതിലാണ് മഞ്ജു ഉള്ളത്. അപ്പം സാഗർ പറയുന്നത്, നമുക്ക് എന്തായാലും പുറത്തൊക്കെ പോയിട്ട് കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാളും പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുർഗ പറഞ്ഞിട്ട് ഉണ്ണി എന്ത് ചെയ്യുന്നുണ്ട്, കരുണേനെ കൂട്ടാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വരാണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് എന്ത് ചെയ്യണം, മഹാലക്ഷ്മിയുടെയും ആ കണ്ണൻ്റെയും പദവികളെല്ലാം നഷ്ടപ്പെടുത്തണം. എൻ്റെ കുഞ്ഞു കൂടി നഷ്ടമായ സ്ഥിതിക്ക് എനിക്ക് എന്തായാലും ഇനി ഒന്നും തിരിഞ്ഞു നോക്കാനില്ല. എനിക്ക് നിങ്ങളും വേണ്ട, ആരും വേണ്ട. ആ മഹാലക്ഷ്മിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കല്യാണം കഴിക്കുന്ന ടൈമിൽ നിങ്ങളുടെ അമ്മാവൻ നിങ്ങളുടെ അടുത്താണ് കുറേ കാശ്, നിങ്ങൾക്കാണ് ആ ഒരു വീട്ടിൽ അധികാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ എന്തില്ല, നിങ്ങളെപ്പോലുള്ള ഒരുത്തനെ കല്യാണം കഴിക്കില്ല. നിങ്ങളെപ്പോലുള്ള ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ജീവിതം ഞാൻ ജീവിക്കില്ല. ഒരിക്കലും എനിക്ക് ജയമുണ്ടായിട്ടില്ല. എൻ്റെ മുത്തശ്ശിയും എൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഫുള്ള് ജയിച്ചിട്ട് മാത്രമാണ് ആ മഹാലക്ഷ്മിക്ക് മുമ്പിൽ ഞാൻ ജയിക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഫുള്ള് തോൽവികൾ മാത്രമാണ് അനുഭവിക്കുന്നത്. എനിക്ക് എപ്പോഴും പരാജയങ്ങൾ മാത്രമാണ്. എനിക്ക് ആ മഹാലക്ഷ്മിയുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജയിക്കാൻ പറ്റുന്നില്ല. അവൾ എന്നേക്കാൾ മേലെ മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണീനെ ഒരുപാട് പറയുന്നുണ്ട്. എന്നിട്ട് ഉണ്ണീനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾ ഒഴിവാക്കിയാണ് എന്നിങ്ങനെ തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ല, അത് വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും നിനക്കെതിരായിട്ട് ചെയ്യുന്നുണ്ടോ? നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത് നിൻ്റെ കൂടെ തന്നെ ഒരു അടിമേനെ പോലെയല്ല ഞാൻ നിൽക്കുന്നതെന്നൊക്കെ അങ്ങനെ തിരിച്ച് ഉണ്ണി പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിനോട് പ്രതാപനോടൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി എന്ത് ചെയ്യുന്നുണ്ട്, കരുണനെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മഹാലക്ഷ്മിനോട് കാണിക്കാനുള്ള കരുണയുടെ അടുത്ത തന്ത്രങ്ങളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡുകളിൽ കണ്ടു തുടങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡ് റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.